രഞ്ജിത്തിനോട് തന്നെ ചോദിക്കാം. രഞ്ജിത്ത്, പല ഹെഡറുകളിലും എസ്റ്റിമേറ്റ് ആണെങ്കിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന തുകയെക്കുറിച്ചുള്ള ഒരു സംശയം അത് ഉയർന്നു വരുമ്പോൾ പ്രധാനമായും BJP മുസ്ലിം ലീഗുമാണ് അത് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ ഒരു നിലപാട് എന്താണ്? സർക്കാർ സംവിധാനങ്ങൾ വിശദീകരിക്കുന്ന ആ വിശദീകരണം ഞാൻ വായിച്ചിരുന്നു. അതിൽ അവർ പറയുന്ന ഒരു കാര്യം കൃത്യമാണ്. അതായത് 1200 കോടി രൂപയിലധികം നഷ്ടമുണ്ടായ മേപ്പാടിയിൽ സംസ്ഥാന സർക്കാരിന് മെമ്മോറാണ്ടം വഴി പരമാവധി ആവശ്യപ്പെടാൻ പോലും സാധിച്ചത് 219 കോടി രൂപയാണ്. അതുകൊണ്ട് പരമാവധി വെച്ചുകൊണ്ടുള്ള ഒരു ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അടിയന്തര അധിക സഹായത്തിനായി പരമാവധി കണക്കാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് അവരിപ്പോൾ ന്യായീകരിക്കുന്നത്. അതിൻ്റെ ഒരു വസ്തുതാ പരിശോധന നമ്മൾ നടത്തിയോ? ഈ ഹെഡറുകൾ തന്നെ അത് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം ഉയർന്നു നിൽക്കുകയല്ലേ? സുജിയ, ഇക്കാര്യത്തിൽ വേണമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ന്യായം സമ്മതിച്ചാൽ തന്നെ ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുത്ത ഒരു മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ അതേപടി എന്തിനാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്? കോടതിയിൽ വേണമെങ്കിൽ ഇപ്പോൾ ചെലവായ തുക ഇത്രയാണ്, ഇനി ചെലവാവാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഘട്ടങ്ങളായി അല്ലെങ്കിൽ രണ്ട് രീതിയിൽ കൊടുക്കാമായിരുന്നു. ഇതിൽ വലിയ പ്രശ്നമുണ്ടാവാൻ പോകുന്നത് 2018 പ്രളയകാലത്തൊക്കെ ഇതേപോലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേന്ദ്രത്തിൽ കൊടുത്തിരുന്നു. ആ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി എന്നൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതേ രീതിയിൽ ഇപ്പോൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ്, ഇപ്പോൾ 2,76,00,000 രൂപ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എന്ന അസസ്മെൻറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ തുക അതിനുവേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ കണക്കാണ് ഇത് എന്ന് പ്രതിപക്ഷത്തിന് ആരോപിക്കാൻ തക്ക രീതിയിലുള്ള ഒരു മെമ്മോറാണ്ടമാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ വാസ്തവം പറയേണ്ടതും ഈ വാസ്തവമായ തുക എത്രയാണെന്ന് പറയേണ്ടതും സർക്കാരാണ്. സർക്കാരിന് വേണമെങ്കിൽ ഇതിപ്പോൾ സർക്കാർ കണക്കാക്കിയിരിക്കുന്ന അസസ് ചെയ്തിരിക്കുന്ന തുകയാണെങ്കിൽ ഈ തുക പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം മാറ്റാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുത്ത വകയിൽ 10 കോടി മാറ്റിവെക്കാം. ആ 10 കോടി എസ്റ്റിമേറ്റ് അസസ്മെൻ്റാണ്. ഈ എസ്റ്റിമേറ്റ് അസസ്മെൻ്റ് പ്രകാരം നേരത്തെ പ്രളയകാലത്തൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്. ഒന്ന് യൂത്ത് ലീഗിൻ്റെ PK ഫിറോസ് കൊടുത്തതും മറ്റൊന്ന് രമേശ് ചെന്നിത്തല കൊടുത്തതുമാണ്. ഈ 2 കേസുകളും പ്രളയ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ നേരത്തെ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള മെമ്മോറാണ്ടങ്ങൾ പ്രകാരമുള്ള ഇത്തരം അസസ്മെൻറ്റുകൾ പ്രകാരമുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വകമാറ്റാൻ തക്ക രീതിയിൽ ഉണ്ടാക്കിയ ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ കൃത്യമായ തുക എത്രയാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. കോടതി ആവശ്യപ്പെട്ടത് ആക്ഷൻ ടേക്കൻ പ്ലാൻ റിപ്പോർട്ടാണ്. എന്ത് ചെയ്തു എന്നുള്ളതാണ്. എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര തുക ഇത്ര രീതിയിൽ ഇങ്ങനെ ചിലവാക്കി എന്ന് കൃത്യമായി 17 ദിവസത്തിന് ശേഷം സർക്കാരിൻ്റെ കയ്യിൽ കണക്കുണ്ടാകുമല്ലോ. ആ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് എത്രയാണ് ചെലവാക്കിയ തുക എന്ന് കോടതിയിൽ സർക്കാർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ BJP വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ കണക്ക് സംബന്ധിച്ച് പ്രചരിക്കുന്നത് നുണയാണ് എന്ന് കൃത്യമായി പറയുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതൊരു എസ്റ്റിമേറ്റ് ആണ് എന്ന് സർക്കാർ പറയുന്നു. അത് കോടതിയിലും ഒപ്പം കേന്ദ്രത്തിനും കൊടുത്ത എസ്റ്റിമേറ്റ് ആണ് എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾ എസ്റ്റിമേറ്റ് ആണെങ്കിൽ തന്നെ ഈ ഇത്രയും മൃതദേഹം സംസ്കരിക്കുന്നതിന് ഒപ്പം അതിൽ ഓരോ ഹെഡറിലും പറഞ്ഞിരിക്കുന്ന തുകയിൽ ആക്ച്വലായി എത്ര ഇതുവരെ ചെലവായി എന്ന ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദം അവസാനിക്കുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ